ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങളും പരാതികളും അറിയിക്കുന്നതിന് കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നു. ഇലക്ഷൻ വിഭാഗത്തിലാണ് 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുക. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്നിവയ്ക്ക് കൺട്രോൾ റൂം മുഖേന മറുപടി ലഭിക്കും. 1950 എന്ന ടോൾ ഫ്രീ നമ്പരിലും 0486 233 037 0486 296 037 എന്നീ നമ്പറുകളിലും പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നതാണ്. വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുമ്പ് അടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ഉദ്യാനം തുറന്നതോടെ വരും ദിവസങ്ങളിൽ പുതിയതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ കണക്കെടുപ്പ് നടത്തും. കഴിഞ്ഞ വർഷം 125ഓളം വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നിരുന്നു. അടച്ചിടലിന് ശേഷം ഉദ്യാനം തുറന്നതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഇടുക്കി ജില്ലയുടെ തീം സോങ് പുറത്തിറങ്ങി. ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ പ്രചോദിപ്പിക്കുകയാണ് തീം സോങ്ങിലൂടെ ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം, ഇടുക്കി ജില്ലയുടെ പ്രത്യേകതകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. തമിഴ് വോട്ടർമാരെ ലക്ഷ്യമിട്ട് തമിഴ് ഭാഷാ വരികളും ഗാനത്തിൽ ചേർത്തിട്ടുണ്ട്. ലബക്കട JPM കോളേജിലെ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തൊരുക്കിയ മഷി പുരണ്ട വിരലിന്റെ ആകാശ ദൃശ്യവും ഗാനത്തിന്റെ ദൃശ്യാവിഷ്കരണത്തെ മികച്ചതാക്കുന്നു. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ്, സ്വീപ്പ് ഇടുക്കിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്നിവയിലൂടെയാണ് പൊതുജനത്തിന് മുന്നിലേക്ക് ഗാനം എത്തുന്നത്. മൂന്നാറിന്റെ വഴിയോരങ്ങളിൽ അഴകു വിരിയിച്ച് നിൽക്കുന്ന നീലവാഗമരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ജക്രാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് മൂന്നാറിന്റെ മലനിരകളിൽ നീലവസന്തം അണിയിച്ചിരിക്കുന്നത്. ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മൂന്നാറിന്റെ ഭംഗിയുള്ള കാഴ്ചകളിൽ ഒന്നാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ജക്രാന്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. റോഡരികൾ കൂട്ടമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ജക്രാന്തകൾ കാണുവാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നീലവാഗകൾ കൂടുതൽ മനോഹര കാഴ്ചകൾ സമ്മാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനായി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് നങ്ക വോട്ട് ക്യാമ്പയിൻ. പട്ടികവർഗ വിഭാഗത്തിന്റെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കാനായി നടപ്പാക്കുന്ന നങ്ക വോട്ട് ക്യാമ്പയിൻ വഴി ഇതിനോടകം നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. മന്നാൻ ഭാഷയിൽ നമ്മുടെ വോട്ട് എന്നാണ് നങ്ക വോട്ട് എന്ന വാക്കിനർത്ഥം. ജില്ലാ ഭരണകൂടവും ജില്ലാ ഇലക്ഷൻ വിഭാഗവും തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ ആവിഷ്കരിച്ചത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലങ്ങളും ആദിവാസി ഊരുകളും കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന ക്യാമ്പയിൻ വഴി 18 വയസ്സ് തികഞ്ഞ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ചേർക്കുകയും അവരിൽ 100% വോട്ടിംഗ് ഉറപ്പുവരുത്തുകയുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഇടുക്കി കുമളിയിൽ നടക്കുന്ന 16ാമത് തേക്കടി പുഷ്പമേള കാണാൻ സന്ദർശകരുടെ വൻ തിരക്ക്. കുമളി തേക്കടി റോഡിൽ കല്ലറയ്ക്കൽ ഗ്രൗണ്ടിലാണ് 1.5 മാസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വദേശത്തു നിന്നും പുറമേ നിന്നുമുള്ള പൂക്കളുടെ സമൃദ്ധമായ ദൃശ്യവിരുന്നാണ് തേക്കടി പുഷ്പമേളയിൽ ഒരുക്കിയിട്ടുള്ളത്. 30,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന പുഷ്പമേള മനസ്സിന് കുളിർമ സമ്മാനിക്കും. 200-ൽ പരം ഇനങ്ങളിൽപ്പെട്ട ചെടികൾ പൂത്തു നിൽക്കുന്ന 1,00,000-ലധികം പൂച്ചട്ടികളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയുടെ പ്രത്യേക ശേഖരവും പഴവർഗ തൈകൾ, വിവിധയിനം അപൂർവ സസ്യങ്ങൾ എന്നിവയും പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. കുമളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും ചേർന്നാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. ആദ്യ ദിവസം നടന്ന പരിശീലന പരിപാടിയിൽ 5 താലൂക്കുകളിലായി 250ഓളം ജീവനക്കാർ പങ്കെടുത്തു. ജില്ലാ തലത്തിൽ ട്രെയിനിംഗ് ലഭിച്ച മാസ്റ്റർ ട്രെയിനർമാരാണ് പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.